അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിൻ്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 27 ശനിയാഴ്ച. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രി പിണറായി വിജയനും നിൽക്കുന്ന AI നിർമ്മിത ചിത്രം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചതിന് ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്ത KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യനെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. കലാപത്തിന് ആഹ്വാനം നടത്തി എന്നതുൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം ചേവായൂർ പോലീസ് സ്വമേധയായി എടുത്ത കേസിലായിരുന്നു അറസ്റ്റ്. സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചിരുന്നു. നാടകീയ രംഗങ്ങൾക്കൊടുവിൽ ഉച്ചയ്ക്ക് 12 മണിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി സുബ്രഹ്മണ്യനെ വിട്ടയക്കുകയായിരുന്നു. പോലീസ് നാടകം കളിക്കുന്നുവെന്നും അയ്യപ്പന്റെ സ്വർണം കട്ടവർക്കെതിരെ UDF നടത്തുന്ന പോരാട്ടത്തിൽ 10,000-ങ്ങളൊപ്പം നിൽക്കുമെന്നും അറസ്റ്റ് ചെയ്തു വിട്ടയച്ച N സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു. കേസെടുത്ത് നിശബ്ദമാക്കാമെന്ന് ആരും കരുതണ്ട. പുറത്തുവന്ന 2 ഫോട്ടോയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വീഡിയോയിൽ നിന്ന് ക്യാപ്ചർ ചെയ്തതാണെന്നും സുബ്രഹ്മണ്യൻ കൂട്ടിച്ചേർത്തു. പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധമുണ്ടാകാൻ എന്തായിരിക്കും കാരണമെന്ന ക്യാപ്ഷനോടെയാണ് ഇരുവരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോകൾ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും കോഴിക്കോട് ജില്ലയിലെ മുതിർന്ന നേതാവുമായ N സുബ്രഹ്മണ്യൻ പോസ്റ്റിട്ടത്. N സുബ്രഹ്മണ്യനെതിരായ കേസിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേസെടുത്ത് ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്നും ഏകാധിപതിയായ ഭരണാധികാരിയാണ് കേരളത്തിൽ കാണുന്നതെന്നും AI ടൂളുകൾ ഉപയോഗിച്ച് ഏറ്റവും അധികം പ്രചരണം നടത്തിയത് CPM ആണെന്നും സതീശൻ പറഞ്ഞു. പോലീസ് ജീപ്പിന് നേരെ ബോംബെറിഞ്ഞ CPM നേതാവിനെ 1 മാസം ജയിലിൽ കിടക്കുന്നതിന് മുൻപ് പരോളിൽ ഇറക്കിയെന്നും മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമാണെന്നും സതീശൻ പറഞ്ഞു. N സുബ്രഹ്മണ്യനെതിരായ കേസ് രാഷ്ട്രീയ പകപോക്കലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. എന്തുകൊണ്ട് സമാന ഫോട്ടോയിട്ട BJP സംസ്ഥാന പ്രസിഡന്റിനെതിരെ കേസെടുക്കുന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചു. എത്രയോ ചിത്രങ്ങൾ ആരൊക്കെ പങ്കുവയ്ക്കുന്നുവെന്നും മുഖ്യമന്ത്രിക്കെതിരെ ആരും സംസാരിക്കരുതെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖരനെതിരെ എന്താണ് കേസെടുക്കാത്തതെന്നും BJPയുമായുള്ള ധാരണയുടെ ഭാഗമാണിതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും പതിക്കുകയാണെന്നും സുബ്രഹ്മണ്യൻ തെറ്റായി ഒന്നും ചെയ്തിട്ടില്ലെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെ വികാരാധീനനായി SIT ചോദ്യം ചെയ്ത D മണി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ലെന്നും SITയുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞെന്നും മണി പറഞ്ഞു. കേരളത്തിൽ ഒരു ബിസിനസ്സും തനിക്കില്ല, നിരപരാധിയാണെന്നും ചെറിയ ബിസിനസ് മാത്രമാണ് തനിക്കുള്ളതെന്നും തന്നെ വേട്ടയാടരുതെന്നും മണി പറഞ്ഞു. എന്തിനാണ് അന്വേഷണമെന്ന് തന്നെ അറിയില്ലെന്നും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഒരു ചെറിയ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു ചെറിയ ആളാണ് താനെന്നുമാണ് മണി മാധ്യമങ്ങളോട് പറഞ്ഞത്. എറണാകുളത്ത് കോൺഗ്രസിൽ തർക്കങ്ങൾ തീരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഉമാ തോമസ് MLA ആണ് പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തിയത്. തൃക്കാക്കര നഗരസഭാ അധ്യക്ഷ സ്ഥാനം തീരുമാനിച്ചതിനെ ചൊല്ലിയാണ് ഉമാ തോമസും പാർട്ടി ജില്ലാ നേതൃത്വവും തമ്മിൽ തർക്കം രൂക്ഷമായത്. തൃക്കാക്കരയിലും KPCC മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടെന്നാണ് ഉമാ തോമസ് MLAയുടെ പരാതി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് ഉമാ തോമസ് പരാതി നൽകിയിട്ടുണ്ട്. മേയർ പദവി ലഭിക്കാത്തതിൽ അതൃപ്തി തുടർന്ന് മുൻ DGP R ശ്രീലേഖ താൻ അപമാനിതയായെന്ന വികാരമാണ് ശ്രീലേഖ നേതാക്കളോട് പങ്കുവച്ചത്. ശ്രീലേഖയെ അനുനയിപ്പിക്കാൻ പല ശ്രമങ്ങളും നേതാക്കൾ നടത്തിയെങ്കിലും ഈ ശ്രമങ്ങളൊന്നും തന്നെ ഫലം കണ്ടില്ലെന്നാണ് വിവരം. എങ്കിലും സമവായ ശ്രമം തുടരുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു. പുതിയ മേയർക്കുള്ള ആശംസാ പോസ്റ്റ് പോലും പങ്കുവയ്ക്കാനാവാതെയാണ് ശ്രീലേഖയുടെ പ്രതിഷേധം. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്.
സംസ്ഥാനത്തെ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള അധ്യക്ഷന്മാരുടെയും ഉപാധ്യക്ഷന്മാരുടെയും തെരഞ്ഞെടുപ്പ് ഇന്ന്. 941 പഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. പലയിടത്തും വിമതന്മാർ നിർണായകമാകും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ജനുവരി 5 മുതൽ 7 വരെ നടക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദത്തെടുത്ത തൃശൂരിലെ ആവണിശ്ശേരിയിൽ പ്രസിഡന്റ് സ്ഥാനം UDF-ന്. BJP 10 വർഷം ഭരിച്ച പഞ്ചായത്തിലെ നറുക്കെടുപ്പിലൂടെയാണ് കോൺഗ്രസിലെ റോസ്ലി ജോയ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 10 വർഷത്തിന് മുൻപ് കോൺഗ്രസിൽ നിന്ന് BJP പിടിച്ചെടുത്ത പഞ്ചായത്താണിത്. പെരുമ്പാവൂർ വെങ്ങോല പഞ്ചായത്തിൽ അസാധാരണ പ്രതിസന്ധി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഭൂരിഭാഗം അംഗങ്ങളും വിട്ടുനിന്നതോടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ടി വന്നു. വെങ്ങോല പഞ്ചായത്തിലെ കക്ഷി നിലയിൽ മുൻതൂക്കം UDF-നാണ്. 9 അംഗങ്ങളാണുള്ളത്. എന്നാൽ പഞ്ചായത്ത് അധ്യക്ഷ പദത്തിലേക്ക് ജയിക്കാൻ മറ്റ് കക്ഷികളുടെ സഹായമോ വോട്ടെടുപ്പിലെ പങ്കാളിത്തമോ ആവശ്യമാണ്. ഇതില്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. കുമരകം പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ BJP പിന്തുണയോടെ UDF-ന് വിജയം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച UDF സ്വതന്ത്രൻ AP ഗോപിക്ക് BJP അംഗവും വോട്ട് ചെയ്തതാണ് അട്ടിമറിക്ക് കാരണം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ BJP പിന്തുണയോടെ UDF-നും മറുവശത്ത് LDF-നും 8 വീതം വോട്ടാണ് കിട്ടിയത്. ഇതോടെ പ്രസിഡന്റിനെ നറുക്കെടുപ്പിലൂടെ കണ്ടെത്താൻ തീരുമാനിച്ചു. നറുക്കെടുപ്പിൽ AP ഗോപിയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. LDF പിടിച്ചെടുത്ത കൽപ്പറ്റ മൂപ്പൈനാട് പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റ് സ്ഥാനം UDF-ന് ലഭിച്ചു. UDF-ലെ സുധയാണ് മൂപ്പൈനാട് പഞ്ചായത്തിലെ പ്രസിഡന്റ്. UDF-ൽ നിന്ന് 25 വർഷത്തിന് ശേഷം LDF പിടിച്ചെടുത്ത പഞ്ചായത്താണ് മൂപ്പൈനാട്. LDF-ന് 9ഉം UDF-ന് 8ഉം അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. LDF-ന്റെ 1 വോട്ട് അസാധുവായതോടെയാണ് ഇവിടെ നറുക്കെടുപ്പ് നടത്തേണ്ടി വന്നത്. നറുക്ക് UDF-ന് വീണതോടെ 8 അംഗങ്ങളുള്ള UDF പഞ്ചായത്ത് ഭരിക്കും. പത്തനംതിട്ട കോട്ടങ്ങലിൽ SDPI പിന്തുണയിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട UDF പ്രതിനിധി KV ശ്രീദേവി സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ രാജിവെച്ചു. SDPIയുടെ പിന്തുണയോടെ ഭരണം നടത്തേണ്ടതില്ലെന്ന പാർട്ടി നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഉടൻ തന്നെ ശ്രീദേവി രാജിക്കത്ത് നൽകിയത്. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കരട് പട്ടിക വന്നതിന് പിന്നാലെ രാഷ്ട്രീയ പാർട്ടികളുടെ ആദ്യ യോഗം ഇന്ന് ചേർന്നു. കണ്ടെത്താനായില്ലെന്നുൾപ്പെടെ ചൂണ്ടിക്കാട്ടി 24.08 ലക്ഷം പേരെ ഒഴിവാക്കിയതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് കടുത്ത എതിർപ്പുണ്ട്. പകുതിയിലധികം പേരെ കണ്ടെത്താനായെന്നാണ് CPM-ഉം കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ വാദം. ഒഴിവാക്കപ്പെട്ടവർ പുതിയ വോട്ടർമാരെന്ന നിലയിൽ അപേക്ഷ നൽകണമെന്നതിലും എതിർപ്പുണ്ട്. ശബരിമലയിൽ ഇന്ന് മണ്ഡലപൂജ. രാവിലെ 10:10-നും 11:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലായിരുന്നു തങ്ക അങ്കി ചാർത്തിയുള്ള പൂജ. മണ്ഡലപൂജയോടനുബന്ധിച്ച് സന്നിധാനത്ത് തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി 11-ന് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ 41 ദിവസം നീണ്ട മണ്ഡലകാലത്തിന് പരിസമാപ്തിയാകും. മകരവിളക്ക് മഹോത്സവത്തിനായി 30-ന് വൈകിട്ട് 5-ന് വീണ്ടും നട തുറക്കും. ജനുവരി 14-നാണ് മകരവിളക്ക്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. Amrutweni Dandruff, the ultimate dandruff solution. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണത്തിൽ കടുത്ത ആശങ്ക അറിയിച്ചും മുന്നറിയിപ്പ് നൽകിയും ഇന്ത്യ. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ തുടരുന്ന അതിക്രമങ്ങൾ ആശങ്കാജനകമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. അടുത്തിടെ നടന്ന ഹിന്ദു യുവാക്കളുടെ കൊലപാതകത്തെ അങ്ങേയറ്റം ഖേദകരമെന്ന് വിശേഷിപ്പിച്ച വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിൽ തെറ്റായ പ്രചാരണം നടക്കുന്നു എന്നും കൂട്ടിച്ചേർത്തു. ഉന്നാവോ ബലാത്സംഗ കേസിൽ മുൻ BJP MLA കുൽദീപ് സിംഗ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ദില്ലി ഹൈക്കോടതി ഉത്തരവിനെതിരെ CBI സുപ്രീം കോടതിയിൽ. ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ദില്ലി ഹൈക്കോടതി വിധി യുക്തിഹീനവും നിയമവിരുദ്ധവുമാണെന്നാണ് CBIയുടെ വാദം. വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം കഠിന തടവാണ് ദില്ലി ഹൈക്കോടതി മരവിപ്പിച്ചത്. ജയിലിന് പുറത്തിറങ്ങിയാൽ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് പ്രതിയായ മുൻ BJP MLA കുൽദീപ് സെൻഗാർ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് ഉന്നാവോ ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ അമ്മ. പ്രതി പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ തന്റെ കുടുംബത്തിന്റെ സുരക്ഷയിൽ വലിയ ആശങ്കയുണ്ടെന്നും പുറത്തിറങ്ങാൻ പോലും പേടിയാണെന്നും അതിജീവിതയുടെ അമ്മ പ്രതികരിച്ചു.
രാജസ്ഥാനിലെ ചോമുവിൽ സംഘർഷം 110 പേർ അറസ്റ്റിൽ. പ്രദേശത്ത് ഇന്റർനെറ്റ് സേവനം റദ്ദാക്കി. പള്ളിയുടെ ഭൂമി സംബന്ധിച്ച് ഇരുവിഭാഗങ്ങൾ തമ്മിൽ തർക്കം രൂക്ഷമായതിനെ തുടർന്നാണ് നടപടി. ഇന്നലെ കയ്യേറ്റം നീക്കാൻ ശ്രമിച്ച പോലീസിന് നേരെ കല്ലെറിഞ്ഞവരെയാണ് പിടികൂടിയത്. പ്രദേശത്ത് കനത്ത ജാഗ്രത തുടരുന്നു. ആം ആദ്മി പാർട്ടിയുടെ 2 കൗൺസിലർമാർ BJPയിലേക്ക് കൂറുമാറിയതോടെ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ വാശിയേറി. ഭരണകക്ഷിയായ AAP കോൺഗ്രസ് സഖ്യത്തിനൊപ്പം BJPക്കും നിലവിൽ 18 അംഗങ്ങളുടെ പിന്തുണയായി. ജനുവരിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോർപ്പറേഷൻ ഭരണം BJP പിടിക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. അമേരിക്കയിൽ കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് വ്യോമഗതാഗതം പ്രതിസന്ധിയിലായി. ഇന്നലെ മാത്രം 1000-ലധികം വിമാന സർവീസുകളാണ് വിവിധ വിമാന കമ്പനികൾ റദ്ദാക്കിയത്. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ ഭാഗങ്ങളിലും മധ്യ പടിഞ്ഞാറൻ മേഖലകളിലും ശൈത്യകാല കൊടുങ്കാറ്റും ശക്തമായ മഞ്ഞുവീഴ്ചയും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ ഇന്ന് പുലർച്ചെ റഷ്യയുടെ വൻ സൈനികാക്രമണം. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാണെന്നും യുക്രൈൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് റഷ്യ കീവിനെ ലക്ഷ്യം വെക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള നിർണായക ചർച്ചയ്ക്കായി യുക്രൈനിൽ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി US തിരിക്കാനിരിക്കെയാണ് ആക്രമണം എന്നത് ശ്രദ്ധേയമാണ്. 14 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഓസീസ് മണ്ണിൽ ഇംഗ്ലണ്ടിന് ടെസ്റ്റ് വിജയം. മെൽബണിൽ നടന്ന ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഓസ്ട്രേലിയയെ 4 വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. ബാറ്റർമാരുടെ ശവപ്പറമ്പായ പിച്ചിൽ 2 ദിവസത്തിനുള്ളിൽ വീണത് 36 വിക്കറ്റുകളാണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.